കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ ക്ഷേത്രത്തിന് അവകാശപ്പെട്ട ഭൂമി തട്ടിയെടുത്തതായി പരാതി. തിരുവില്ലാമല ശ്രീ വില്യാദ്രിനാഥ ക്ഷേത്രത്തിന് ലഭിക്കേണ്ട ഭൂമി ക്ഷേത്ര മാനേജറായിരുന്ന സുനിൽകുമാർ സ്വന്തം പേരിലേക്ക് മാറ്റിയെന്നാണ് പരാതി. ഇതിനെതിരെ തൃശൂർ സ്വദേശികളായ സുനിൽകുമാർ, ബാബുരാജ് എന്നിവരാണ് പരാതി നൽകിയത്. നമ്മൾ ഈ പരാതി കൊടുക്കേണ്ട അവസ്ഥ വന്നത് തിരുവില്ലാമല ക്ഷേത്രത്തിലേക്ക് ഒരു ഭക്ത നൽകിയ ഭൂമി ആ ക്ഷേത്രത്തിന് കിട്ടിയില്ല, പകരം ഒരു ഉദ്യോഗസ്ഥന്റെ പേരിലാണ് വന്നുപെട്ടത്. അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ പേരിലാക്കി നികുതി അടച്ചു, പേരിലേക്ക് മാറ്റമൊക്കെ ഉണ്ടായി. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പെരിങ്ങോട്ടുകുറിശി വില്ലേജിലുള്ള നടുവത്തപ്പാറ തോട്ടുകാട് വാർഡിൽ ഉള്ള ഒരു കുഞ്ഞിക്കാവം വന്ന റിട്ടയർഡ് ടീച്ചർ പെൻഷനറായ 91 വയസ്സായിരുന്നു അവർക്ക് അന്ന് 2017 ഈ ഒസിയത്തെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് അന്നത്തെ തിരുവില്ലാമല മാനേജറായിരുന്ന ശ്രീ സുനിൽകുമാർ, ഡെപ്യൂട്ടി കമ്മീഷണർ, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പേരിലാണ് അത് ഒസിയത്ത് എഴുതി വെച്ചത്. അദ്ദേഹത്തിന് അത് അങ്ങനെ വാങ്ങുവാൻ അനുവാദം ഇല്ലാത്തതാണ്. കാരണം കൊച്ചിൻ ദേവസ്വം ബോർഡിൽ കിട്ടുന്ന എല്ലാ ഭൂമികളും കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറിയുടെ പേരിലേക്കാണ് ഇഷ്ടദാനായാലും തീറായാലും മരണപത്രമായാലും ചെയ്യേണ്ടത്. അദ്ദേഹം ആ സമയത്ത് അത് തിരുത്തി അങ്ങനെ ചെയ്യിക്കാതെ അദ്ദേഹത്തിന്റെ പേരിൽ അത് വാങ്ങി വെച്ചു. 2023 ഈ കുഞ്ഞിക്കാവ് മരണപ്പെട്ടു 97 വയസ്സിൽ. അത് കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് അദ്ദേഹം അത് ബോർഡിനെ അറിയിക്കുകയോ ബോർഡിന് കൈമാറുവാനുള്ള നടപടികളൊന്നും ചെയ്തില്ല. നമ്മൾ ഈ കാര്യങ്ങൾ അറിഞ്ഞ നടരാജ് പരശുരാം വിവരങ്ങൾ നൽകും. നടരാജ്, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനാണ് ഒരു ക്ഷേത്ര ഭൂമി തട്ടിയെടുത്തതെന്നുള്ള ആരോപണം ഉയരുന്നത്. പരാതിക്കാരെന്താണ് പറയുന്നത്? കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ ക്ഷേത്രത്തിന് അവകാശപ്പെട്ട ഭൂമി തട്ടിയെടുത്തു എന്ന പരാതിയാണ് വരുന്നത്. ശ്രീ വില്യാദ്രിനാഥ ക്ഷേത്രത്തിന് ലഭിക്കേണ്ട ഭൂമി ക്ഷേത്ര മാനേജറായിരുന്ന സുനിൽകുമാർ സ്വന്തം പേരിലേക്ക് മാറ്റി എന്നാണ് ആരോപണം. മുഖ്യമന്ത്രിക്കും വിജിലൻസിനും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. അതായത് പാലക്കാട് ആലത്തൂർ താലൂക്കിലെ കുഞ്ഞിക്കാവമ്മ തന്റെ സ്വത്തുക്കൾ 2017 സുനിൽകുമാറിന് ഒസ്യത്ത് നൽകുകയായിരുന്നു. അന്ന് ദേവസ്വത്തിന്റെ മാനേജറായിരുന്നു സുനിൽകുമാർ. മരണശേഷം സ്വത്ത് വിറ്റ് ക്ഷേത്രത്തിലേക്ക് പണം നൽകണമെന്നായിരുന്നു കുഞ്ഞിക്കാവമ്മയുടെ ആവശ്യം. എന്നാൽ ഇവർ 2023 മരിച്ചു. 2023 മുതൽ ഈ ഭൂമി ഇദ്ദേഹം സ്വന്തം കൈവശം വെക്കുകയായിരുന്നു. കഴിഞ്ഞ മാസമാണ് തന്റെ പേരിലേക്ക് ഈ ഭൂമി മാറ്റിയത് എന്നാണ് പരാതിക്കാർ ആരോപിക്കുന്നത്. തൃശൂർ സ്വദേശികളായ സരീഷ്, ബാബുരാജ് എന്നിവരാണ് ഇക്കാര്യത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതി വരുന്ന സാഹചര്യം അറിഞ്ഞോടുകൂടി ദേവസ്വത്തിന് ഭൂമി കൈമാറാൻ ഇപ്പോൾ നിലവിൽ കൊച്ചിൻ ദേവസ്വത്തിന്റെ ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ കൂടിയായ സുനിൽകുമാർ നടപടി തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഇവർ ഈ കാര്യത്തിൽ വിജിലൻസിനും മുഖ്യമന്ത്രിക്കും ഈ പരാതിക്കാർ പരാതി നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഉടൻ നടപടികളിലേക്ക് അധികൃതർ കടക്കാനാണ് സാധ്യത. ശരി, നടരാജ് പരശുരാമാണ് വിവരങ്ങൾ നൽകിയത്.